നമസ്കാരം, വെൽക്കം ബാക്ക് ടു മാഡ് യുണൈറ്റഡ് ഫുട്ബോൾ. എന്തുകൊണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. മൈക്കൽ കാരിക്കിന് ടോപ്പ് ക്ലാസ് പ്ലെയേഴ്സിനെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്ര കാണാം, പക്ഷേ അത് ക്ലോസ് ചെയ്ത് പോകുന്നതിന് മുമ്പ് ഒരു ലൈക്കും കൂടെ തന്നിട്ട് പോകണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ആൻഡ് ഓൾസോ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് ഹെൽപ്പ്. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ ടു ദ ഷോ. ജനുവരി 14 മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാരിക്കിനെ ഇന്ററിം കോച്ച് അണ്ടിൽ ദി എൻഡ് ഓഫ് ദ സീസൺ ആയിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇതുവരേക്കും 8 കളികളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടിയിട്ട് 6 വിജയങ്ങളും 1 തോൽവി 1 സമനിലയായിട്ട് കാരിക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഇത്രയും അധികം സ്റ്റാറ്റ്സ്, ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റ്സ് വന്ന സ്ഥിതിക്ക് ഒത്തിരി ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്, ചർച്ചാ വിഷയമാണ്, മൈക്കൽ കാരിക്കിന് ഈ ഒരു ഫുൾ ടൈം ജോബ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കൊടുക്കണോ എന്നുള്ളത്. അപ്പോൾ അതിനകത്ത് 2 ഭാഗങ്ങളുണ്ട്. ചില ആൾക്കാർ പറയുന്നത് വെച്ചാൽ ചാമ്പ്യൻസ് ലീഗ് കിട്ടിക്കഴിഞ്ഞിരുന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാരിക്കിന് ഈ ഒരു ജോബ് കൊടുക്കാം. ചില ആൾക്കാർ പറഞ്ഞു വെച്ചാൽ ഈ ചാമ്പ്യൻസ് ലീഗ് കിട്ടിയാൽ പോലും കാരിക്കിന് അത് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ റോയ് കീൻ. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കാം? എനിക്ക് തോന്നുന്ന മെയിൻ കാരണം എന്ന് വെച്ചാൽ കീനിനെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സൈഡ് കീപ്പ് ചെയ്യുന്ന ഒരു ആൾക്കാർ വിചാരിക്കുന്ന പറഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നീഡ് എ ടോപ്പ് ലെവൽ മാനേജർ. അത് തന്നെ ആയിരിക്കണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വരുന്നത് എന്നാണ് ചില ആൾക്കാർ ചിന്തിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എ സ്റ്റേച്ചർ ഓഫ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അങ്ങനത്തെ ഒരു ക്ലബിന് ഒരു സാധാരണ പേരുകൾ അത് യോജിച്ചതല്ല എന്നാണ് അവർ ചിന്തിക്കുന്നത്. അല്ലാതെ ടോപ്പ് നെയിം മാനേജേഴ്സ്, ഇതിനു മുമ്പ് ഹൊസെ മൊറീനിയോ വന്നിട്ടുണ്ട്, പിന്നെ അതിനുശേഷം ലൂയി വാൻ ഗാൾ, അതിന് മുമ്പ് വാൻ ഗാൾ, അതങ്ങനത്തുള്ള വലിയ വലിയ മാനേജേഴ്സ് വന്നു പോയി പയറ്റിയിട്ട് വിജയിക്കാതിരുന്നൊരു സിറ്റുവേഷനാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് അങ്ങനത്തെ ഒരു നെയിം വേണം എന്ന് തന്നെയാണ് ഒരു പക്ഷം ആൾക്കാർ വാദിക്കുന്നത്. റോയ് കീനെ പോലുള്ള ആൾക്കാർ ഇങ്ങനത്തെ രീതിയിൽ പറഞ്ഞതിൻ്റെ ഒരു മെയിൻ കാരണം മേ ബി നമ്മൾ ഈ ഒരു പാതയിലൂടെ ഇതിനു മുമ്പും സഞ്ചരിച്ചിട്ടുണ്ട്. എപ്പോഴാണെന്ന് വെച്ചിരുന്നാൽ വി ഓൾ നോ ഒലെ സോൾസ്ജർ നമ്മുടെ മാനേജർ ആയിരുന്ന ഒരു കാലഘട്ടം. ആദ്യമൊക്കെ വളരെയധികം ഗംഭീരമായിട്ടുള്ള റിസൾട്ട്സ് നേടിയിട്ടാണ് നമ്മൾ മുമ്പോട്ട് പോയത്. പിന്നീട് അങ്ങോട്ടേക്ക് ഒരു ടൈം കഴിഞ്ഞിരുന്നപ്പോൾ ഒരു ടാക്ടിക്കൽ ലിമിറ്റേഷൻ വന്നു. സോൾജറിന് ആ ഒരു ലിമിറ്റ് എത്തി. ഇതിൻ്റെ അപ്പുറത്തേക്ക് കൂടുതൽ ഐഡിയാസോ ടാക്ടിക്സോ കൊണ്ടുവരാനായിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അതിനുശേഷമാണ് സോൾജറിൻ്റെ അണ്ടറിൽ റിസൾട്ട്സ് കുറയാൻ തുടങ്ങിയത്. കാരണം എതിർ ടീമുകൾക്ക് കൂടുതൽ മനസ്സിലായി സോൾജറിൻ്റെ ലിമിറ്റ്. അപ്പം അവർ അതിനനുസരിച്ചുള്ള മറു ടാക്ടിക്സ് കൊണ്ടുവന്നപ്പോൾ അവിടെ ലിമിറ്റേഷൻ കാണപ്പെട്ടു. അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു ലെവലിൽ സോൾജർ മാറി. അപ്പോൾ കാരിക്കിൻ്റെ അണ്ടറിലും അങ്ങനത്തെ ഒരു ലിമിറ്റേഷൻ വരാം എന്ന് നമ്മുടെ ഫാൻ ബേസിലോ അല്ലെങ്കിൽ നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൈഡിലുള്ള പല ആൾക്കാരും വിശ്വസിക്കുന്നുണ്ട്. കാരണം കാരിക്കും അത് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിജയങ്ങൾ നേടിയിട്ട് അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സിമിലാരിറ്റി ആയിരിക്കാം പല ആൾക്കാർ കാരിക്കിന് ഈ ഒരു ജോബ് കൊടുക്കണ്ട എന്ന് പറയുന്നതിൻ്റെ മെയിൻ ഫാക്ടർ. ഈ ഒരു സാഹചര്യത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതാണ്: പ്ലെയേഴ്സിന് കാരിക്കിൻ്റെ അണ്ടറിൽ കളിക്കാനായിട്ടുള്ള ഒരു താല്പര്യമായിരിക്കുമോ കൂടുതൽ, അതല്ലെങ്കിൽ ഒരു ബിഗ് നെയിം മാനേജറിൻ്റെ അണ്ടറിൽ കളിക്കാനായിട്ടായിരിക്കുമോ താല്പര്യം എന്നുള്ളതാണ്. സോ ബിഗ് നെയിം മാനേജർ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ലൂയിസ് എൻട്രിക്കെ ആ ഒരു സാഹചര്യത്തിൽ വരും. ഉനായ് എമറി, ജൂലിയൻ നാഗൽസ്മാൻ, മൗറിസിയോ പൊച്ചറ്റിനോ, പിന്നെ എന്താ പറയുക സാബി അലോൺസോ, ഇങ്ങനത്തെ ഉള്ള നെയിംസ് ഉണ്ട്. ഇപ്പം ഞാൻ ഈ പറഞ്ഞ നെയിംസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക കുറച്ചുകൂടെ അവൈലബിലിറ്റി കാണിക്കുന്ന ഒരു മാനേജറാണ്. ഇപ്പം ലൂയിസ് എൻട്രിക്കെയൊക്കെ ഉറപ്പായിട്ടും PSG വിട്ട് പോകുമെന്നല്ല പറയുന്നത്, ബട്ട് മേ ബി ഒരു പ്രോജക്റ്റുമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഹി ക്യാൻ ബി അട്രാക്റ്റഡ്. അപ്പം അങ്ങനത്തെ ഒരു മാനേജറാണ്. അപ്പം ഈ ഒരു ബിഗ് നെയിം മാനേജേഴ്സിന് അണ്ടറിൽ കളിക്കാനായിരിക്കുമോ പ്ലെയേഴ്സിന് കൂടുതൽ താല്പര്യം എന്ന് ഉള്ളതാണ്. സോ in my opinion, definitely a player would go for a big name manager. For example, a player like Elliot Anderson. നമ്മൾ സമ്മറിൽ നോക്കുന്ന ഒരു താരമാണ് എലിയട്ട് ആൻഡർസൺ. എലിയട്ട് ആൻഡർസന്റെ മുമ്പിൽ സിറ്റി വിത്ത് പെപ് ഗാർഡിയോള, ഇവിടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിത്ത് മൈക്കൽ കാരിക്ക്, ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഐ തിങ്ക് ഡെഫിനറ്റ്ലി എലിയട്ട് ആൻഡർസൺ നോക്കുന്ന പറഞ്ഞാൽ പെപ്പിൻ്റെ അണ്ടറിൽ കളിക്കണം എന്നുള്ളതായിരിക്കും. കാരണം ഒരു പ്ലെയർ എന്ന നിലയ്ക്ക്
അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്, അതും പ്രത്യേകിച്ച് വളരെ യങ് ആയിട്ടുള്ള ഒരു പ്ലെയർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പറഞ്ഞാൽ അവരെ കോച്ച് ചെയ്ത് അവരെ ഗൈഡ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന പറഞ്ഞാൽ ടോപ്പ് ക്ലാസ് മാനേജറിൻ്റെ കൂടെ നിൽക്കണം എന്നുള്ളതായിരിക്കും. അപ്പോൾ കാരിക്കിൻ്റെ അണ്ടറിൽ ഒരു സ്ഥാനമാണോ അതോ പെപ്പിൻ്റെ അണ്ടറിലാണോ എന്ന് വെച്ചാൽ ഡെഫിനറ്റ്ലി എ പ്ലെയർ ലൈക്ക് എലിയട്ട് ആൻഡർസൺ വുഡ് ചൂസ് പെപ്പ് എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അതോ അതല്ല, പെപ്പിൻ്റെ അണ്ടറിലല്ല കാരിക്കിൻ്റെ അണ്ടറിലായിരിക്കും ബെറ്റർ ആയിട്ട് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, ഈ ഒരു ഡിസ്കഷനിൽ മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഈ പ്രോബ്ലം മെയിൻലി വരുന്നതെന്ന് വെച്ചാൽ വെൻ പ്ലെയേഴ്സ് ഹാവ് ടു ചൂസ് ബിറ്റ്വീൻ ടു ബിഗ് ക്ലബ്സ്. ഇപ്പോൾ ഒരു സിറ്റിയും യുണൈറ്റഡ് പോലത്തുള്ള വലിയ മേജർ ക്ലബ്ബുകളിൽ വരുമ്പോഴാണ് പ്ലെയേഴ്സിന് ഇങ്ങനത്തെ ഉള്ള ഒരു ആശയക്കുഴപ്പം വരുന്നത്. പക്ഷേ അതല്ല, ഇതൊരു മിഡ് ലെവൽ ക്ലബിലേക്ക് വരുമ്പം പ്ലെയേഴ്സിന് ഇത്ര രീതിയിലുള്ള ഒരു ഡിസിഷൻ പ്രോബ്ലം വരുന്നില്ല. അവർക്ക് ഈസി ആയിട്ടുള്ള ഡെസിഷൻ എടുക്കാൻ പറ്റുന്ന ലെവലാണ്. കാരണം ഇന്നത്തെ ലെവലിൽ പ്ലെയേഴ്സ് മെയിനായിട്ട് ചൂസ് ചെയ്യുന്നത് വെച്ചാൽ ടോപ്പ് ലെവൽ കോച്ചസ്, പിന്നെ എന്താ പറയുക, കോച്ച് ഹു കുഡ് കമ്മ്യൂണിക്കേറ്റ് വെൽ, പിന്നെ അതിനനുസരിച്ച് എന്താ പറയുക പ്ലെയേഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ള എബിലിറ്റി, പിന്നെ പേഴ്സൺ ഹു ക്യാൻ പ്ലേ അട്രാക്റ്റീവ് ഫുട്ബോൾ. അപ്പം ഈ കാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും ഒരു പ്ലെയർ ഒരു ടോപ്പ് ലെവൽ ക്ലബിലേക്ക് നോക്കുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ളൊരു സാഹചര്യം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പെപ്പിനെ പോലുള്ള ഒരു വ്യക്തി ഇതെല്ലാം അടങ്ങുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇപ്പുറത്തെ സൈഡിൽ കാരിക്കിനെ പോലുള്ള ഒരു വ്യക്തി ഹീസ് എൻ അപ്കമിങ് കോച്ച്, പ്ലേയിങ് അട്രാക്റ്റീവ് ഫുട്ബോൾ ഉണ്ട്. പിന്നെ അതിനുശേഷം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്ലെയേഴ്സൊക്കെ വളരെയധികം ഈസിയാണ് കാരിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം കാരിക്ക് എല്ലാവരുമായിട്ട് വളരെയധികം ഫ്രണ്ട്ലിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പം അങ്ങനെ ഡെവലപ്മെന്റൽ കോച്ച് തന്നെയാണ് കാരിക്ക്. പക്ഷേ പെപ്പ് എന്നുള്ളൊരു ഹ്യൂജ് ഫിഗർ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിലാണ് കൂടുതലും ഈ പ്ലെയേഴ്സിന് ഈ ഒരു കൺഫ്യൂഷൻ വരാനായിട്ടുള്ളൊരു സാഹചര്യം. അപ്പോൾ ഇവിടുത്തെ മെയിൻ റിയാലിറ്റി എന്ന് പറയുമ്പോൾ കാരിക്ക് can definitely attract good players. Okay, ഒരു അത്യാവശ്യം നല്ല പ്ലെയേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാലിബർ കാരിക്കിന് ഉണ്ട് വിത്ത് ദ നെയിം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പക്ഷേ ഗ്രേറ്റ് പ്ലെയേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് ഡെഫിനറ്റ്ലി ഐ തിങ്ക് എന്താ പറയുക ഒരു ബിഗ് മാനേജർ നെയിമിന് തന്നെ ആയിരിക്കും കൂടുതൽ എളുപ്പം. സോ ആസ് ഐ ടോൾഡ് ഇപ്പോൾ പെപ്പിനായിരിക്കും ഒരു ടോപ്പ് ലെവൽ പ്ലെയർ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എംബാപ്പെ, വിനീഷ്യസ് ജൂനിയർ, ഇതേപോലത്തെ ഒരു ടോപ്പ് ലെവൽ പ്ലെയേഴ്സ് നാളെ സിറ്റിയിലേക്ക് വരാനായിട്ടായിരിക്കും അപ്പം കൂടുതൽ താല്പര്യം. ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ഇപ്പം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ചൂസ് ചെയ്യണോ സിറ്റി ചൂസ് ചെയ്യണോ നോക്കി കഴിഞ്ഞാൽ ഇവിടെ നോക്കുമ്പോൾ പെപ്പ് ഇരിക്കുന്നു, അപ്പുറത്ത് നോക്കുമ്പോൾ കാരിക്ക് വരുന്നു. അപ്പം ഡെഫിനറ്റ്ലി ഈ ടോപ്പ് ലെവൽ പ്ലെയേഴ്സ് വുഡ് ചൂസ് ടീം ലൈക്ക് സിറ്റി. പക്ഷെ ആ സമയത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കോച്ചായിട്ട് ഇപ്പോൾ ലൂയിസ് എൻട്രിക്കെ ആണ് അപ്പുറത്തിരിക്കുന്നത് എങ്കിൽ പെപ്പ് വേണോ ലൂയിസ് എൻട്രിക്കെ വേണോ എന്ന് ചിന്തിക്കുമ്പോൾ ഐ തിങ്ക് അവിടെ ഒരു എന്താ പറയുക കൂടുതൽ ചിന്തിക്കാനായിട്ടുള്ള ഒരു സാധ്യത അവിടെയുണ്ട് പ്ലേയേഴ്സ് വുഡ് ഡെഫിനറ്റ്ലി തിങ്ക് ഓക്കെ ഇവിടെ പെപ്പുണ്ട്, പെപ്പ് നല്ല കോച്ചാണ്, അപ്പുറത്ത് എൻട്രിക്കെ PSG ആയിട്ട് കപ്പടിച്ചാണ്, ബാർസലോണയ്ക്ക് വേണ്ടിയിട്ടൊക്കെ നല്ല രീതിയിൽ എന്താ പറയുക ബാർസലോണ ടീമിനെ കപ്പടിപ്പിച്ച കോച്ചാണ്. അപ്പം ആ ഒരു സാധ്യത നോക്കും. പിന്നെ ബാക്കിയുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് നോക്കും. ഇപ്പം ഫാൻ ബേസ് ഉറപ്പായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനാണ് കൂടുതൽ. പിന്നെ അതിനുശേഷം എന്താ പറയുക ഈ ആഡ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഉറപ്പായിട്ടും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്ലെയേഴ്സിനാണ് കൂടുതൽ കിട്ടുന്നത്. കാരണം ഫാൻ ബേസ് കൂടുതലാണ്, കൂടുതൽ വിസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോൾ യുണൈറ്റഡിനായിരിക്കും കൂടുതൽ ചാൻസസ്. സോ എൻ്റെ ഒരു പേഴ്സണലായ അഭിപ്രായത്തിൽ ബിഗ് നെയിം മാനേജർ കുഡ് അട്രാക്ട് ഗ്രേറ്റ് പ്ലെയേഴ്സ്. മീഡിയം ലെവൽ മാനേജർ ലൈക്ക് കാരിക്ക്, ഉറപ്പായിട്ടും കാരിക്കിന് ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു എബവ് ആവറേജ് നിൽക്കുന്ന ഗുഡ് പ്ലെയേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഒരു ബിഗ് നെയിം ആണോ വേണ്ടത് അല്ലെങ്കിൽ കാരിക്ക് മതി, ഇഫ് ഈസ് പ്ലേയിങ് അട്രാക്റ്റീവ് ഫുട്ബോൾ കാരിക്ക് മതി. അപ്പോൾ കാരിക്കിന് എന്താ പറയുക ഗ്രേറ്റ് പ്ലെയേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റും വിത്ത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് നെയിം, അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ കൈൻഡ്ലി പുട്ട് ദാറ്റ് ഇൻ ദ കമന്റ് സെക്ഷൻ. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ലൈക്ക് തന്ന് സഹായിക്കുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ. ബൈ.